ബൈരൻകുപ്പ പാലം നിർമ്മാണത്തിന് വേണ്ടി ഇരു സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഏകോപിപ്പിക്കുവാൻ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന പെരിക്കലൂർ സെൻറ് തോമസ് പള്ളി വികാരിയും ചെയർമാനുമായ ഫാദർ ജോർജ് കാപ്പുകാലയെ പെരിക്കലൂർ വികസന സമിതി അനുമോദിച്ചു. കേരള കർണാടക സർക്കാരുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചതിനാൽ കേന്ദ്ര സർക്കാർ ബൈരൻകുപ്പ പാലത്തിന് 40 കോടി രൂപ ഫണ്ട് വിലയിരുത്തിയതിന് പ്രത്യേകം നന്ദിയും യോഗം രേഖപ്പെടുത്തി. വയനാട് MP പ്രിയങ്ക ഗാന്ധി, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, എച്ചിരിക്കോട്ടെ MLA അനിൽ ചിക്മാഡു, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ, BJP സംസ്ഥാന പ്രസിഡന്റും MLAയുമായ രാജീവ് ചന്ദ്രശേഖർ, കേരള മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയ എല്ലാവരുടെയും പിന്തുണ ബൈരൻകുപ്പ പാലത്തിനുണ്ടെന്നും പ്രത്യേകം പറഞ്ഞു. ബൈരൻകുപ്പ പാലത്തിൻ്റെ നിർമ്മാണങ്ങൾക്ക് പെരിക്കലൂർ വികസന സമിതിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അനാവശ്യ വിഭാഗങ്ങൾ ഒഴിവാക്കണമെന്നും യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു. യോഗത്തിൽ ചെയർമാൻ ഫാദർ ജോർജ് കാപ്പുകാലയിൽ അധ്യക്ഷനായിരുന്നു. ഫാദർ ബിനോയ് ചെമ്പക്കര, മരക്കടവ് സെൻറ് ജോസഫ് പള്ളി വികാരി, ഫാദർ രതീഷ് ജേക്കബ് പട്ടാണിക്കുപ്പ് സെൻറ് മേരീസ് യാക്കോബായ പള്ളി വികാരി, ഇലിയാസ് പട്ടാണിക്കു ജുമാ മസ്ജിദ് ഉസ്താദ്, മുനീർ ആച്ചിക്കുളത്ത്, മുള്ളംകൊല്ലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം, പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് കണ്ണന്തുരുത്തി, ലിബിൻ ദിലീപ്, സുജാത രാജു, ജിഷ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് മെമ്പർ OR രഘു, ബൈജി എബി, അസീസ് MA, സുനിൽ D വാഴക്കൻ, ബേബി കോലത്തുപറമ്പിൽ, ജോണി PK, മനോജ് ഉതുപ്പാൻ, ഡാമിൻ ജോസഫ്, സിസ്റ്റർ ലിസ്ബി SVM, സുനിൽ ഉറുമ്പിൽ, ബിജു മുപ്രാപ്പള്ളിയിൽ, ജിസ്ര മുനീർ, ബിജു പൂച്ചക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഇത് 1994 പാലത്ത് കണ്ടിട്ടു. അതിന് മുമ്പ് പല വർഷങ്ങളായിട്ട് അതിനായിട്ട് പല സ്വപ്നം കാണുകയും യാഗവും പരിശ്രമിക്കുകയും ചെയ്തു. ആഘോഷപൂർവ്വം കല്ലിട്ടതാണ്. അന്ന് വൈകിപ്പിച്ച് ജനാവലി ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാ സ്ഥലത്തും അറിയാം. പക്ഷെ നിർഭാഗ്യവശാൽ അത് പൂർത്തീകരിക്കപ്പെട്ടില്ല. എല്ലാ വർഷവും നമ്മളിങ്ങനെ വിത്ത് സമർപ്പിക്കുന്നവർ വളരെ ശ്രമിച്ചു. ആ കൂട്ടത്തിൽ ഞാനും അത് കന്നിയായി. എന്തായാലും ഞാൻ ഈ അവസരത്തിൽ അപ്പോൾ എല്ലാവരും കൂട്ടായ പരിശ്രമമുണ്ട്. ചിലർ കൂടുതൽ ഇറങ്ങും, വേറെ മറ്റു ചിലർ സാമ്പത്തിക സഹായം, അങ്ങനെ പല വിധത്തിൽ ചിലർ ടെക്നിക്കൽ ഉപദേശം, അങ്ങനെ പലതുണ്ട്. അതുകൊണ്ട് ഒരു കൂട്ടായ പരിശ്രമമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഞാനൊരു കന്നിയായതിൽ എനിക്ക് സന്തോഷവും ആനന്ദമുണ്ട്. പെരിക്കല്ലൂരെയും സമീപപ്രദേശങ്ങളുടെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ബൈരൻകുപ്പ പാലം സംബന്ധിച്ച സമകാലിക സംഭവവികാസങ്ങൾ ഇന്ന് കൂടിയ പെരിക്കല്ലൂർ വികസന സമിതി യോഗം വിലയിരുത്തിയുണ്ടായി. ഈ സ്വപ്ന പദ്ധതി ഉടനെ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് കേരള, കർണാടക, കേന്ദ്ര ഗവൺമെൻറ്റുകൾ ശക്തമായ ഉറപ്പുകൾ നൽകിയെന്നറിയുന്നതിൽ ഇന്നത്തെ യോഗം സന്തോഷപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയുണ്ടായി. ബൈരൻകുപ്പ പാലം പദ്ധതിക്കായി പ്രത്യേകം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വയനാട് MP ശ്രീ പ്രിയങ്ക ഗാന്ധി, ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ, കർണാടക എച്ചിരിക്കോട്ടെ MLA ശ്രീ അനിൽ ചിക്കുമാഡു, കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PK ബഷീർ, BJP സംസ്ഥാന പ്രസിഡന്റും MLAയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് തുടങ്ങിയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയ എല്ലാവരെയും പ്രത്യേക നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വിജയാശംസകൾ നേരുകയും ചെയ്യുന്നു. അവരുടെ സഹകരണം തുടർന്നും ആദരവോടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വികസന കാര്യത്തിൽ വിശിഷ്യ ബൈരൻകുപ്പ പാലം വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി ഏക മനസ്സോടെ പ്രവർത്തിക്കണമെന്നും ഇന്നത്തെ യോഗം ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. കൂടാതെ ബൈരൻകുപ്പ പാലത്തിന് പുറമെ നിർത്തലാക്കിയ KSRTC ബസ്സുകൾ പുനഃസ്ഥാപിക്കൽ, വന്യമൃഗങ്ങളുടെ ശല്യം പരിഹരിക്കൽ, വരൾച്ചയ്ക്ക് പ്രതിവിധി കണ്ടെത്തൽ തുടങ്ങിയ വിഷയങ്ങളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുകയുണ്ടായി. ഇവയ്ക്കുള്ള പരിഹാരമാർഗങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധപ്പെടുത്തുവാനും നാട്ടുകാരുടെ സഹകരണം നൽകുവാനും തീരുമാനിക്കുകയുണ്ടായി. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.